എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിൻ്റെ 13 വാക്യവും 39 അധ്യായത്തിൻ്റെ 3, 4 വാക്യങ്ങളും. ഉൽപ്പത്തി പുസ്തകം 37 13, 39 3, 4 വാക്യങ്ങളും. ഇസ്രായേൽ യോസേഫിനോട്, നിന്റെ സഹോദരന്മാർ ശേഖേമിൽ ആട് മേയ്ക്കുന്നുണ്ടല്ലോ, വരിക, ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കും എന്ന് പറഞ്ഞതിന് അവൻ അവനോട്, ഞാൻ പോകാം എന്ന് പറഞ്ഞു. 39 3, 4 വാക്യങ്ങൾ. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവൻ്റെ യജമാനൻ കണ്ടു. അതുകൊണ്ട് യോസെഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവൻ അവനെ ഗ്രഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ഒരു ദിവസം, അതിൻ്റെ നന്മകളും സാധ്യതകളും ദൈവം നമുക്ക് ദാനമായി നൽകുമ്പോൾ പ്രാർത്ഥനയോടും വിശ്വസ്തയോടും കൂടെ നമുക്ക് ജീവിക്കാൻ ദൈവ വചന ധ്യാനത്തിനായി ഒരുങ്ങാം. യോസഫിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യോസഫിന് വ്യത്യസ്തമായ താലന്തുകൾ ലഭിക്കുന്നത് ഈ വേദഭാഗത്ത് വായിക്കുന്നു. ദൈവം ഒരു സ്വപ്നം യോസഫിന് നൽകിയെന്ന് കഴിഞ്ഞ ചിന്തയിൽ കണ്ടു. ഇന്ന് യോസഫിൻ്റെ അപ്പനായ യാക്കോബ് ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചു. യോസഫിനെ വിളിച്ചിട്ട് അദ്ദേഹം പറയുന്നു, മകനെ, നിന്റെ സഹോദരന്മാർ ശേഖേമിൽ ആടുകളെ മേയ്ക്കുന്നുണ്ടല്ലോ, വരിക, ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കും. പിതാവ് മകനെ ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. ഒരു ദൗത്യം ഏൽപ്പിച്ചാൽ ആ മകൻ അത് നിർവഹിക്കുമെന്ന് അപ്പന് ഉറപ്പുണ്ട്. എന്നാൽ സഹോദരന്മാർ യോസഫിനെ വെറുക്കുന്നവരായിരുന്നു. അപ്പൻ്റെ കണ്ണിലുണ്ണിയായി വളരുന്ന അവൻ തൻ്റെ സ്വപ്നം സഹോദരങ്ങൾക്ക് വെളിപ്പെടുത്തിയപ്പോൾ അവർക്ക് അവനോട് അസൂയയായി, ശത്രുതയായി. ആ പ്രതികൂല സാഹചര്യത്തിലാണ് ദൗത്യ നിർവഹണം അപ്പൻ ഏൽപ്പിക്കുന്നത്. ശേഖേമിൽ ചെന്നപ്പോൾ സഹോദരന്മാർ അവിടെയില്ല. അവർ ദോദാനിലുണ്ട് എന്നൊരു അറിവ് കിട്ടിയപ്പോൾ യോസേഫ് ശേഖേമിൽ നിന്ന് ദോദാനിലേക്ക് പോയി. എന്തെങ്കിലും ചെയ്ത് തൃപ്തി അടയുകയല്ല. ഏതെല്ലാം തടസ്സങ്ങൾ ഉണ്ടോ അതെല്ലാം അതിജീവിച്ചു പോകുന്ന വ്യക്തിത്വമാണ് യോസേഫിനുള്ളത്. പലപ്പോഴും ദൈവം നമുക്കൊരു ദൗത്യം തരുമ്പോൾ അതിലെ പ്രതിബന്ധങ്ങൾ കണ്ട് പിന്തിരിയുന്നവരായിരിക്കാം നാം. എന്നാൽ ദൈവം ആത്മീകമായ ഒരു ശുശ്രൂഷയും ദൗത്യവും ഏൽപ്പിക്കുന്നത് എന്ത് വില കൊടുത്തും അത് നേടിയെടുക്കുന്ന വ്യക്തി ജീവിതങ്ങളെയാണ്. ഇത് എനിക്ക് സൗകര്യപ്രദമല്ല, സ്വീകരിക്കാൻ കഴിയുകയില്ല എന്ന് യോസഫിന് വേണമെങ്കിൽ പറയാമായിരുന്നു. കാരണം തൻ്റെ സഹോദരന്മാർ അവനെ വെറുക്കുന്നവരാണ്. എന്നാൽ അനുകൂലമായതോ സുഖകരമായതോ എന്നതല്ല പ്രശ്നം. തൻ്റെ പിതാവ് കൊടുത്ത ദൗത്യം നിർവഹിക്കുക എന്നതാണ് കാര്യം. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ദൗത്യങ്ങൾ വ്യത്യസ്തമാണ്. അത് നിർവഹിക്കാൻ നാം ഒരുമ്പെടുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ചെറിയ തടസ്സങ്ങളുടെ മുൻപിൽ പിറകോട്ട് പോകുന്ന ഒരു ശീലം ഒരു പക്ഷെങ്കിൽ നമുക്കുണ്ടാവാം. ചെറിയ കാര്യങ്ങളിലും നമ്മൾ വിശ്വസ്തരായിരിക്കണം. ദൈവം ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഭവനം, അയൽക്കാർ, നമ്മുടെ സഭയോടുള്ള ബന്ധങ്ങൾ, ചുറ്റുമുള്ള ആവശ്യക്കാർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനോടെല്ലാം പ്രതിബദ്ധതയും ദൗത്യ ബോധ്യമുള്ളവരും ആയിരിക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത് നമ്മൾ വായിക്കുന്നത്
39 അധ്യായത്തിൽ നിന്നാണ്. പൊത്തിഫർ, അതായത് സഹോദരന്മാരുടെ അടുത്ത് യോസേഫ് ചെല്ലുകയും സഹോദരന്മാർ അവനെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ഒടുവിൽ അവനെ വിൽക്കുകയും ചെയ്യുന്നതാണ്. ഇസ്മായിലിയ കച്ചവടക്കാർക്ക് വിൽക്കുന്നു. ദോദാനിൽ വെച്ച് യോസേഫിനെ കണ്ട സഹോദരന്മാർ അവനെ പിടിച്ച് പൊട്ടക്കണത്തിലിട്ടു. പിന്നീട് അതുവഴി വന്ന ഇസ്മായിലിയ കച്ചവടക്കാർക്ക് അവരുടെ കൊച്ചു സഹോദരനെ അവർ വിറ്റു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ആ കച്ചവടക്കാർ യോസേഫിനെ കൊണ്ടുപോയി പൊത്തിഫറിൻ്റെ ഭവനത്തിൽ വേലക്കാരനായിട്ട് വിറ്റു. 39 അധ്യായത്തിൽ യോസേഫിനെ മിസ്രയീമിൽ ദാസനായി കാണുന്നു. നമ്മൾ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ വ്യക്തത ഉണ്ടാകും. പൊത്തിഫർ എന്ന ഒരു മിസ്രയീമ്യൻ അവനെ വിലയ്ക്ക് വാങ്ങി. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. മിസ്രയീമ്യനായ യജമാനൻ്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നുവെന്നും അവൻ്റെ യജമാനൻ കണ്ടു. അതുകൊണ്ട് യോസേഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവൻ അവനെ ഗ്രഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഒരു സ്വപ്നം ദൈവം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പൻ ഒരു ദൗത്യം ഏൽപ്പിച്ചു. ഇപ്പോൾ പൊത്തിഫർ തൻ്റെ വീട്ടിലുള്ളതൊക്കെയും യോസേഫിനെ ഏൽപ്പിച്ചു. ഇത് നമ്മൾ കുറച്ചും കൂടി ആഴമായി ചിന്തിക്കുകയാണെങ്കിൽ, യോസേഫ് വന്നതിന് ശേഷം പൊത്തിഫർ തൻ്റെ ഭവനം അടച്ച് പൂട്ടുന്നത് നിർത്തിയിട്ടുണ്ടാവും. ഏത് സ്ഥലത്തും ഏത് മുറിയിലും ഒക്കെ കയറി ചെല്ലാനും യോസേഫിന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടാവും. തനിക്കുള്ളതൊക്കെയും യോസേഫിൻ്റെ മുൻപിൽ തുറന്നിട്ടു. കാരണം ഏൽപ്പിക്കാൻ കൊള്ളാവുന്നവൻ ചൂഷണം ചെയ്യത്തില്ല എന്ന ഉറപ്പ് പൊത്തിഫറിനുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടുന്ന അവസരങ്ങൾ, സ്വാധീനം നൽകുന്ന അവസരങ്ങളൊക്കെ ദുർവിനിയോഗം ചെയ്യുകയില്ല എന്ന ഉറപ്പ് അവനുണ്ടായിരുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം നമ്മെ ചിലതൊക്കെ ഏൽപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത്, ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ വിശ്വസ്തരായിരിക്കാൻ നമുക്ക് കഴിയുമോ എന്നതാണ്. അവസരങ്ങൾ ലഭിക്കുമ്പോൾ നമ്മളതിനെ ദുർവിനിയോഗം ചെയ്യാറുണ്ടോ? യോസേഫ് പാപം ചെയ്തിരുന്നുവെങ്കിൽ ആരും അറിയുകയില്ലായിരുന്നു. പൊത്തീഫറിൻ്റെ ഭാര്യ തന്നെ അവനെ പാപത്തിലേക്ക് ആകർഷിച്ചു. എങ്കിലും തിരുവചനം പറയുന്നു, യോസേഫ് അവിടം വിട്ട് ഓടിപ്പോയി. പരിധിയില്ലാത്ത അവസരങ്ങൾ ദൈവം ഈ മനുഷ്യനെ ഏൽപ്പിച്ചത്, എല്ലാ അവസരങ്ങളും തുറന്നു ലഭിച്ചാലും ഇവൻ വിശ്വസ്തനായിരിക്കുമെന്നും തന്നെ സൂക്ഷിക്കുമെന്നും സമ്മർദ്ദത്തിന് വശംവദനാകത്തില്ല എന്നുള്ള ഉറപ്പും ഉണ്ടായതുകൊണ്ടായിരുന്നു. കൂട്ടുകാരുടെ, സമൂഹത്തിൻ്റെ, കൂട്ടുവേലക്കാരുടെ സമ്മർദ്ദത്തിന് മുൻപിൽ കീഴ്പ്പെടുന്ന അല്ലെങ്കിൽ വഴങ്ങുന്ന വ്യക്തി അല്ലായിരുന്നു യോസേഫ്. ദൈവം നമുക്ക് അനേകം അവസരങ്ങൾ തുറന്നു തന്നിരിക്കുന്നു. നമ്മളവിടെ വിശ്വസ്തരായി ജീവിക്കുന്നുവോ എന്നത് ഏറ്റവും പ്രധാനമായ ചോദ്യമാണ്. നമ്മുടെ എല്ലാ ജീവിത മേഖലകളിലും, കുടുംബ ജീവിതം മുതൽ എല്ലായിടങ്ങളിലും കർത്താവ് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്ത നിർവഹണങ്ങളിൽ, ദൗത്യങ്ങളിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാൻ സാധിക്കുമോ? സഭയോടുള്ള ബന്ധത്തിലും സമൂഹത്തോടുള്ള ബന്ധത്തിലും നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതാണ് എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. യോസേഫിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു എന്ന് പല തവണ ആവർത്തിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവേൽ എന്ന പേര് ദൈവം നമ്മോട് കൂടെ എന്നതാണ്. ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ആ വലിയ ബോധ്യത്തിൽ ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. വിശ്വസ്തരായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ഞങ്ങളുടെ ആയുസ്സിനോട് കൂട്ടിച്ചേർത്ത ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ വിശ്വസ്തരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ദോഷങ്ങളും കുറവുകളും അവിശ്വസ്തതയുമൊക്കെ പൊറുക്കണമേ. അവിടുത്തെ കൃപയിൽ ആശ്രയിക്കുന്നു.
തിരുമുഖം ഞങ്ങളുടെ മേൽ അവിടുന്ന് മറയ്ക്കാതെ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്തമായ ആവശ്യങ്ങളോടും ഭാരങ്ങളോടും കൂടെ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. ദൈവമേ, വഴിയും വാതിലുകളും തുറന്നു കൊടുക്കണമേ. രോഗികളായിരിക്കുന്നവർക്ക് വിടുതലും സൗഖ്യവും നൽകണമേ. ഒറ്റപ്പെട്ടു പോയിരിക്കുന്നവർക്ക് അവിടുന്ന് സഖിയായി ഒപ്പമുണ്ടായിരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും പുതുവർഷം അവിടുന്ന് ദാനമായി നൽകുമാറാകണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ കൃപയും കരുണയും കാവലും ആലോചനയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.